അനാവശ്യമായിട്ട് എന്തോരം മുട്ടുമാറ്റിവെക്കൽ സർജറീസ് നടക്കുന്നുണ്ടെന്നറിയോ ഈ കൊച്ചു കേരളത്തിൽ പോലും. അതെന്തുകൊണ്ടാ? നിങ്ങൾക്ക് പലവർക്കും അറിയില്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള സർജറീസിന്റെ ആവശ്യമില്ല. നമ്മൾക്കൊരു മുട്ടുവേദനയാണെങ്കിൽ സർജറി അല്ലാതെ റീജനറേറ്റീവ് മെഡിസിനിലൂടെ ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയത്, ഒരു സൈഡ് എഫക്റ്റീവ് ഇല്ലാത്തതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു ഇഞ്ചക്ഷനിലൂടെ ആ പരിഹാരം ഉണ്ടെന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം? നിങ്ങൾക്ക് അറിയുന്നതാണോ? അറിയാത്തവരാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും കാണും. എന്താണ് റീജനറേറ്റീവ് മെഡിസിൻ? റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. കേടായിട്ടുള്ള കോശങ്ങളെ പുനർജീവിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് റീജനറേറ്റീവ് മെഡിസിൻ. ഇതും എനിക്കറിയാം ഡോക്ടറെ എന്നല്ല നിങ്ങൾ ആലോചിച്ചത്. പക്ഷേ അഡ്വാൻസ് റീജനറേറ്റീവ് മെഡിസിൻ ബ്ലഡിൽ നിന്ന് എടുത്തിട്ടുള്ള സാധാരണ PRP ട്രീറ്റ്മെന്റ് അല്ല കേട്ടോ. ഇത് കേൾക്കാനുള്ളവരാണെങ്കിൽ മാത്രം ഇത് കേൾക്കുക. എന്താണ് സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ്? എന്താണ് സ്റ്റെം സെല്ല് സാധാരണ PRPയിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഇതറിയില്ലല്ലോ. ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും പുതുതായിട്ടുള്ള റീജനറേറ്റീവ് മെഡിസിൻ ആണ്. അത് നമ്മൾക്ക് ബ്ലഡിൽ നിന്ന് തന്നെ പകരം എന്തെടുക്കും? നമ്മളൊരു ഫാറ്റ് എടുക്കും. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊഴുപ്പ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ളത്? നമുക്കൊരു വയറിൽ, അടിവയറിലോ അല്ലെങ്കിൽ തൈസേന്നോ നമ്മളൊരു 100 ml ഫാറ്റ് എടുക്കും. അത് ഒരു ഡേ കെയർ പ്രൊസീജിയർ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ അനസ്തേഷ്യയിൽ, അതായത് അവിടെ മാത്രം ധരിപ്പിച്ചിട്ട് ഒരു 100 ml കൊഴുപ്പെടുത്ത് അതിൽ നിന്നുള്ള സ്റ്റെം സെൽസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മുട്ടില് തേയ്മാനുള്ള ഭാഗത്ത് ഇൻജെക്ട് ചെയ്യും. ഇത് വെറും 3 മണിക്കൂറിൽ ചെയ്തു പോവാട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആൻഡ് സർജറി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 20% മാത്രം നിങ്ങൾക്ക് ചിലവാക്കിയാൽ മതി. ഇത് മൾട്ടിപ്പിൾ സിറ്റിങ്സ് ഇല്ല. ഒറ്റ തവണ ചെയ്താൽ തുടക്കം സ്റ്റേജിലുള്ള ഒരാൾക്കാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറും. അതായത് അൺവാണ്ടഡ് സർജറിയുടെ കാര്യം. ഇനി സ്റ്റേജ് കൂടിയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ 4-5 വർഷത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഒറ്റ സിറ്റിങ്ങിൽ. കൂടുതൽ അറിയണോ? ഫോളോ മീ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യൂ കേട്ടോ.